ഹായ് ഓൾ. ഇന്ന് ഞാൻ കാണിക്കേണ്ടത് ഒരു തമിഴ്നാടു റെസിപ്പിയാണ്. പരിപ്പ് ഉരുണ്ട കുഴമ്പ് എന്ന് പറയും. ഇത് ചപ്പാത്തി, ചോറ്, ഇഡ്ഡലി, ദോശ, ആപ്പം, ഇടിയാപ്പത്തിനൊക്കെ നല്ല ഒരു കോമ്പിനേഷനാണ്. ആദ്യം കടലപ്പരിപ്പും പിന്നെ ആ റെഡ് ദാലും 1/4 കപ്പ് ഒരു 2 hours വെള്ളത്തിലൊന്ന് കുതിർത്തി വെച്ചിട്ട് അതൊന്ന് ഡ്രെയിൻ ചെയ്തെടുക്കാം. പിന്നെ അത് മിക്സി ബൗളിലിട്ടിട്ട് കുറച്ച് ഉപ്പും ഇട്ടിട്ട് കോഴ്സായിട്ട് കുറേയായിട്ട് ഒന്ന് ഗ്രൈൻഡ് ചെയ്യണം. ഇങ്ങനെ കുറേയായിട്ട് ഒന്ന് ഗ്രൈൻഡ് ചെയ്യണം. പിന്നെ അതൊരു ബൗളിലേക്ക് മാറ്റിയിട്ട് അതിനകത്തിന് ഉള്ളി, ഇഞ്ചി, പച്ചമുളക്, കറിവേപ്പില, കായം, ജീരകം ഇതൊക്കെ ഇട്ടിട്ട് നന്നായിട്ട് അതൊന്ന് കുഴച്ചെടുക്കുക. ഈ പരിപ്പ് വടയ്ക്ക് കുഴയ്ക്കേണ്ട മാതിരി ഒന്ന് കുഴച്ചെടുത്തിട്ട് അതൊന്ന് ഉണ്ട പിടിച്ചിട്ട് സ്റ്റീം ചെയ്യണം. ഞാനിവിടെ കുക്കറിൽ അടിയിലെ വെള്ളത്തിലിട്ടിട്ട് അതൊന്ന് വിസിലിടാതെ അതൊന്ന് സ്റ്റീം ചെയ്തെടുത്തു. സ്റ്റീമറിൽ വേണമെങ്കിൽ സ്റ്റീം ചെയ്ത് എടുക്കാം. പിന്നെ ഇവിടെ ഇത് 15 minutes സ്റ്റീം ചെയ്യണം. ആ സമയത്ത് നമുക്കിവിടെ കറി റെഡിയാക്കാം. ചീൻചട്ടിയിൽ എണ്ണ ഇട്ടിട്ട് കടുക്, ജീരകം, പെരുംജീരകം ഇട്ടിട്ട് പിന്നെ ഈ ഇഞ്ചിയും പൂണ്ടും പച്ചമുളകും ചതച്ചിടാം. പിന്നെ ഉള്ളി ഇട്ടിട്ട് നന്നായിട്ട് വതക്കാം. ഉള്ളി നന്നായിട്ട് വതങ്ങിയ ശേഷം ടൊമാറ്റോ അരച്ചിട്ട് ടൊമാറ്റോ പ്യൂരി ഒഴിക്കാം. പിന്നെ എല്ലാ വേണ്ട മസാലകളൊക്കെ ഇടാം. മഞ്ഞൾപ്പൊടി, ഉപ്പും മല്ലിപ്പൊടിയും മുളക് പൊടിയും. ഇത് ആവശ്യത്തിന് മാതിരി നിങ്ങൾക്ക് ഇടാം. പിന്നെ നന്നായിട്ട് അതൊന്ന് മിക്സ് ചെയ്യണം. കുറച്ച് വെള്ളം ഒഴിച്ചിട്ട് അതൊന്ന് മിക്സ് ചെയ്യണം. ഗ്രേവി മാതിരി അതൊന്ന് കൊണ്ടുവരണം. പിന്നെ അപ്പോഴേക്ക് ഇവിടെ ഈ ഉണ്ട സ്റ്റീമായി റെഡിയായി. പിന്നെ അത് ഇതിനകത്തിട്ടിട്ട് അതൊന്ന് തിളയ്ക്കാൻ വെക്കണം. ആ മസാലകളും എല്ലാം ആ ഉണ്ടെല്ലാം അതങ്ങോട്ട് സോക്കാവണം. നന്നായിട്ട് അതൊന്ന് തിളയ്ക്കാൻ വെക്കണം. പിന്നെ ജീരകം പൊടിയും ഗരം മസാലയും അതിട്ടിട്ട് അതൊന്ന് ബോയിൽ ചെയ്യാം. നന്നായിട്ട് അതൊന്ന് മിക്സ് ചെയ്തിട്ട് അതൊന്ന് ബോയിൽ ചെയ്യണം. വെള്ളം വേണമെങ്കിൽ കുറച്ചുകൂടി ഒഴിക്കാം. പിന്നെ തിക്ക് കോക്കനട്ട് മിൽക്ക്, അവസാനം തിക്ക് കോക്കനട്ട് മിൽക്ക് ഇട്ടിട്ട് ജസ്റ്റ് ഒരു 1 boil വരെ വേണ്ടു. പിന്നെ അവസാനം കൊത്തമല്ലി, കറിവേപ്പില, പുതിന അതിൻ്റെ അകത്ത് ഇടാം. കഴിക്കേണ്ട സമയത്ത് കുറച്ച് അത് കുറുകും. അപ്പോൾ അതിൻ്റെ വാട്ടർ കൺസിസ്റ്റൻസി അതുമാതിരി അഡ്ജസ്റ്റ് ചെയ്യണം. നല്ല ടേസ്റ്റിയുള്ള ഗ്രേവിയാണ്. ഇതൊന്ന് ട്രൈ ചെയ്തിട്ട് എങ്ങനെ ഉണ്ടെന്ന് പറയൂ. താങ്ക് യു ഫോർ വാച്ചിങ്. ഒന്ന് ലൈക്ക് ആൻഡ് സബ്സ്ക്രൈബ് ചെയ്യണേ.